നമസ്കാരം. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഔദ്യോഗികമായി കടന്നിരിക്കുകയാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദ്ര യാദവ്, ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, ജി കിഷൻ റെഡ്ഡി എന്നിവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അശ്വിനി വൈഷ്ണവിനും ഹരിയാനയിൽ ത്രിപുര മുൻ മുഖ്യമന്ത്രിയായ വിപ്ലവ് കുമാറിനുമാണ് സഹ ചുമതല നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി.ജെ.പിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എൻ.ഡി.എ സഖ്യത്തിന് 48 സീറ്റുകളിൽ 18 സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. ഇന്ത്യ സഖ്യം 30 സീറ്റുകൾ നേടുകയും ചെയ്തു. ബി.ജെ.പി 2019 23 സീറ്റുകൾ നേടിയെങ്കിൽ ഇത്തവണ അത് 9ലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങാൻ പാർട്ടി ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ചുമതലയും വീതം വെച്ച് നൽകിയിരിക്കുന്നത്. ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. 10 ലോക്സഭാ സീറ്റിൽ 5 ബി.ജെ.പിയും 5 കോൺഗ്രസുമാണ് നേടിയെടുത്തത്. ഇന്ത്യ സഖ്യമായി മത്സരിച്ചാൽ ഹരിയാനയിൽ വിജയം പിടിക്കാനാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അധികാരം നിലനിർത്താൻ ബി.ജെ.പിക്ക് കുറച്ചധികം പരിശ്രമിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഹരിയാനയിൽ ചൗട്ടാലകളുടെ നിലപാട് വളരെ നിർണായകമാണ്. ജെ.ജെ.പി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ നാടകങ്ങൾ, പൊല്ലാപ്പുകളൊന്നും തന്നെ ഇന്ത്യ മറന്നിട്ടില്ല. അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. നിലവിൽ എന്തായാലും ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അവിടെ ജെ.ജെ.പി എന്ന പാർട്ടിയുടെ നിലപാട്, അവർ ആർക്കൊപ്പം നിൽക്കും, വിമതർ എങ്ങോട്ടേക്ക് ചാടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഹരിയാനയിലും അതിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും തന്നെയാണ് പ്രധാനമായും ബി.ജെ.പിയും കോൺഗ്രസും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും യോഗങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലുമുള്ള നേതാക്കളെ വരുന്ന 25-ാം തീയതി മുതൽ നേരിട്ട് കാണാൻ തന്നെയാണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി ആവട്ടെ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ മന്ത്രിമാർക്കും ചുമതല നൽകിയിരിക്കുകയാണ്, സഹ ചുമതല നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.